കാത്തിരുന്ന ഒരു സന്തോഷ പ്രഖ്യാപനം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരികയാണ്. നമുക്ക് ജനുവരി മാസത്തെ പെൻഷൻ ഒന്നല്ല 2 ഗഡുവായിരിക്കും ലഭിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ നമ്മളുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുകയും ചെയ്തതാണ്. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ആനുകൂല്യം 2 ഗഡുക്കൾ എന്ന് പറയുമ്പോൾ 3200 രൂപ വീതമായിരിക്കും ഒരാളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. എല്ലാവർക്കും ആശ്വാസം നൽകുന്ന പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. ഈ ആഴ്ച അവസാനത്തോടെ ശനിയാഴ്ചയോടെ തന്നെ വിതരണ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിപ്പ് വരുന്നത്. അടുത്തയാഴ്ച വിതരണം അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതായത് റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞ ശേഷം തന്നെ വിതരണം പൂർണ്ണ തോതിൽ ആരംഭിക്കുകയും ഈ മാസം 31-ാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കാനും ശ്രമിക്കും. കാരണം മറ്റൊന്നുമല്ല, ഫെബ്രുവരി മാസം നമുക്ക് വരാനുള്ളത് സംസ്ഥാന ബജറ്റും യൂണിയൻ ബജറ്റുമാണ്. അതിനു മുൻപ് തന്നെ സർക്കാർ പറഞ്ഞിരുന്ന കുറച്ച് വാഗ്ദാനങ്ങളെങ്കിലും പാലിക്കേണ്ടതുണ്ട്. അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശിക പെൻഷനിൽ 2 ഗഡുക്കൾ നൽകുമെന്നും അതിനുശേഷമുള്ള ഗഡുക്കൾ 3 ഗഡുക്കൾ ഉണ്ടാകും, അത് വരുന്ന സാമ്പത്തിക വർഷം നൽകുമെന്നുമാണ് സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത്. ഇതിൽ ഇനി ശേഷിക്കുന്നത് കുടിശ്ശിക 1 ഗഡുവാണ്. അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ അതാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തനത് മാസ സഹായവും. ഇങ്ങനെയാണ് 3200 രൂപ ഓരോരുത്തർക്കും ലഭിക്കുക. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന സഹായമുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കും. ഇനി കുടിശ്ശിക വരുന്ന ചില ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഇപ്പോഴും ആനുകൂല്യം പെൻഡിങ്ങിൽ കിടക്കുന്ന ചില ക്ഷേമനിധി ബോർഡുകൾ, അവിടെ ഇപ്പോഴും ചിലപ്പോൾ തുക തടസ്സപ്പെടാൻ ഇത് കാരണമായേക്കാം. അതായത് ഈ പ്രാവശ്യവും തുക ഒരു പക്ഷേ മുടങ്ങിയേക്കാം. എങ്കിലും ചില സാഹചര്യങ്ങളിൽ കുടിശ്ശികയിൽ 1 ഗഡു അല്ലെങ്കിൽ 2 ഗഡു ഒക്കെ വിതരണം ചെയ്യാനായിട്ടും ഇവർ ശ്രമിക്കാറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിൻ്റെ ഈ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തകിടം മറിച്ചത്. എന്നാൽ അത് സർക്കാരിന് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ വരുന്ന മാസം സംസ്ഥാനം കാത്തിരിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനമുണ്ടായേക്കുമെന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ കടപ്പെട്ടവരുമാണ്. അപ്പോൾ ഇത് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. ഈ ആഴ്ച ഒടുവിലൂടെയായിരിക്കും വിതരണം ആരംഭിക്കുക. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. സേവനയുടെ സൈറ്റിൽ കയറി ആധാർ നമ്പർ ഉപയോഗിച്ചോ പെൻഷനർ ID ഉപയോഗിച്ചോ സ്റ്റാറ്റസ് പരിശോധിക്കാം. സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, നമുക്ക് എന്തെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അവിവാഹിത പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ നിയമം ബാധകമല്ല, ബാക്കിയുള്ളവർക്ക് ഈ നിയമം ബാധകമാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ളവർ അത് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടോ. കാരണം 2 മാസത്തേക്ക് ഒരുമിച്ച് വരുമ്പോൾ അത്തരത്തിലുള്ള വലിയ സഹായങ്ങളൊക്കെ എന്തെങ്കിലും രേഖകൾ കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ നമുക്ക് മുടങ്ങാൻ പാടില്ല. മുടങ്ങുന്ന ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ അറിയിപ്പ് കൂടി ഈ സമയത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാകും. സ്മാർട്ട് ഫോൺ വഴി ഈ വീഡിയോ കാണുന്നവരൊക്കെ തന്നെയാണ് പലരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് ഒന്ന് എടുക്കുക. അതിനുശേഷം സേവനയുടെ സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ആനുകൂല്യം ഏത് മാസം വരെയുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് തൻവർഷ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സമ്പൂർണ്ണ ലിസ്റ്റൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി എത്ര മാസത്തെ ലഭിക്കാനുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 2 മാസത്തെ കൂടി വരുമ്പോൾ അത് കൃത്യമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീട് ബാക്കിയുള്ള കുടിശ്ശികയെല്ലാം അത് വരുന്ന സാമ്പത്തിക വർഷം നിലനിൽക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.